Good morning friends, welcome back to our channel Cascade of Maths. So ഇന്നത്തെ വീഡിയോ പാരലൽ ലൈൻസിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ്. ആൻഡ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആംഗിൾസിനെ പല കാറ്റഗറിയിലോട്ട് ഗ്രൂപ്പ് ചെയ്തിട്ട് അവരുടെ പൊസിഷനെ ബേസ് ചെയ്ത് ഗ്രൂപ്പ് ചെയ്തിട്ട് അവർക്ക് കുറച്ച് പേര് കൊടുത്തിട്ടുണ്ട്. ആൻഡ് അതിലെ ഫസ്റ്റ് വൺ ആയ കറസ്പോണ്ടിങ് ആംഗിൾസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് എന്താണ് ഈ കറസ്പോണ്ടിങ് ആംഗിൾസ് എന്നൊക്കെ നോക്കിയാലോ. സോ ലാസ്റ്റ് ക്ലാസ്സസിലായിട്ട് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? രണ്ട് പാരലൽ ലൈൻസിനെ ഒരു ലൈന് ട്രാൻസ്വേഴ്സ്ലി ഇൻ്റർസെക്റ്റ് ചെയ്ത് പോകുമ്പോൾ ടോട്ടൽ 8 ആംഗിൾസ് ആയിരിക്കും ഫോം ചെയ്യുന്നതെന്ന് പഠിച്ചു അല്ലേ? അത് 2 പാരലൽ ലൈൻസിനാണ്. ഇനി ഒരു പാരലൽ ലൈനിനെയാണ് മറ്റൊരു ലൈൻ ട്രാൻസ്വേഴ്സ്ലി കട്ട് ചെയ്യുന്നെങ്കിൽ മൊത്തം 4 ആംഗിൾസ് ആയിരിക്കും ഫോം ചെയ്യുന്നതെന്നും ഈ ഒരു 4 ആംഗിൾസിൻ്റെ ടോട്ടൽ സമ 360 ആണെന്നും പഠിച്ചു. പിന്നെന്താണ് പഠിച്ചത്? 8 ആംഗിൾസ് ഫോം ചെയ്യും. 8 ആംഗിൾസിൽ മൊത്തം 4 പെയേഴ്സ് ആണ്. 4 പെയേഴ്സ് വീതമാണ് അല്ലേ? അതിൽ 4 സ്മോൾ ആംഗിൾസും ഉണ്ട്, 4 ലാർജ് ആംഗിൾസും ഉണ്ട്. 4 സ്മോൾ ആംഗിൾസ് എന്ന് പറയുമ്പോൾ 2 പെയർ ഈച്ച്, 2 പെയർ ഓഫ് സ്മോൾ ആംഗിൾസും 2 പെയർ ഓഫ് ലാർജർ ആംഗിൾസും ഉണ്ടായിരിക്കും എന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, ആ പഠിച്ചതിന് ജസ്റ്റ് ഒന്നുകൂടെ ഞാനൊന്ന് സമ്മപ്പ് ചെയ്യാനാണ് ഇവിടെ ഈ ഒരു ഫിഗർ ഇന്ന് ഇപ്പോൾ വരച്ചേക്കുന്നത്. സോ നോക്കിക്കേ, 1 2 3 4 ഒരു ലൈനെ മറ്റൊരു ലൈൻ AB എന്ന് പറയുന്ന ലൈനെ EF എന്ന് പറയുന്ന ലൈൻ ഇൻ്റർസെക്റ്റ് ചെയ്തപ്പോൾ 4 ആംഗിൾസ് ഫോം ചെയ്തു. അതാണ് ആംഗിൾ 1, ആംഗിൾ 2, ആംഗിൾ 3 ആൻഡ് ആംഗിൾ 4. ഇനി CD എന്ന് പറയുന്ന ലൈനെയും EF ഇൻ്റർസെക്റ്റ് ചെയ്തപ്പോൾ 4 ആംഗിൾസും ഫോം ചെയ്തു. ആംഗിൾ 5, ആംഗിൾ 6, ആംഗിൾ 7 ആൻഡ് ആംഗിൾ 8. ഇനി പറയുന്നത് എന്താണ്? AB പാരലൽ ടു DC ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്താൽ, AB പാരലൽ ടു CD ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ആൻഡ് EF എന്ത് ചെയ്യുന്നു? ABനെയും CDനെയും ട്രാൻസ്വേഴ്സ്ലി ഇൻ്റർസെക്റ്റ് ചെയ്യുവാണ്. അങ്ങനെ വന്നപ്പോൾ ടോട്ടൽ എത്ര ആംഗിൾസ് ഫോം ചെയ്തു? 8 ആംഗിൾസ് ഫോം ചെയ്തു. നമുക്കിനി എന്താണ് ഇതിനൊന്ന് കാറ്റഗറൈസ് ചെയ്യാം. എങ്ങനെ? സ്മോളർ ആംഗിൾസ് ആയിട്ടും ലാർജർ ആംഗിൾസ് ആയിട്ടും. ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, നമുക്ക് ആംഗിൾ മെഷേഴ്സ് തന്നിട്ടില്ല, പക്ഷെ ഫിഗർ കണ്ടിട്ട് ഇപ്പോൾ ഇത് സ്മോളർ ആംഗിൾ ആണോ ലാർജർ ആംഗിൾ ആണോ നോക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആംഗിൾസിൻ്റെ ഗ്യാപ്പിലെ എന്താണ് ഈ ഒരു സ്പ്രെഡ് നോക്കിയാൽ മതി അല്ലേ? സ്പ്രെഡ് നോക്കുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും ചെറുതാണോ വലുതാണോ എന്ന്. സോ അങ്ങനെ നോക്കുവാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് സ്മോളർ ആംഗിൾസിനെ ഒന്ന് നോക്കിയാലോ. ഫസ്റ്റ് ഇതിൽ ആരൊക്കെ ആയിരിക്കും സ്മോളർ ആംഗിൾസ് എന്ന് നിങ്ങൾ പറഞ്ഞേ. സ്മോളർ ആംഗിൾസ് ആരൊക്കെ ആവാനാണ് ചാൻസ്? ഈ സ്പ്രെഡ് ഒന്ന് നോക്കിയിട്ട് ആംഗിൾ 1 കുറച്ചുകൂടെ എന്താണ് റൈറ്റിലോട്ട് ചരിഞ്ഞാണല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഇവരുടെ ഒരു മെഷർ നമുക്ക് ഈ കളർ കൊടുത്തേക്കുന്ന വെച്ച് തന്നെ നോക്കിയാൽ അറിയാം ആംഗിൾ 1 എന്താണ് ആംഗിൾ 2വിനേക്കാളും ചെറുതാണ്. അപ്പോൾ ആംഗിൾ 1 ആണെന്ത്? ഒരു സ്മോളർ ആംഗിൾ. അപ്പോൾ ആംഗിൾ 1 എന്ന് പറയുന്നത് ഒരു സ്മോളർ ആംഗിൾ ആണെന്ന് മനസ്സിലായി. പിന്നെ ഞാൻ വേറൊരു കാര്യം പറഞ്ഞിരുന്നു, ഒരു ആംഗിളിന് നേരെ ഓപ്പോസിറ്റായിട്ട് വരുന്ന ആംഗിളും അതിന് തുല്യമായിരിക്കുമെന്ന് പറഞ്ഞു തന്നു അല്ലേ? ഒരു ആംഗിളിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കുന്ന ആംഗിളും എന്തായിരിക്കും? അതിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ആംഗിൾ 1ന് നേരെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ 3 ആണ്. അപ്പോൾ ആംഗിൾ 3 എന്ത് തന്നെയാണ്? സ്മോളർ ആംഗിൾ തന്നെയാണ് അല്ലേ? ഇനി അടുത്ത CD എന്ന് പറയുന്ന ലൈനിൽ ഫോം ചെയ്തേക്കുന്ന ആംഗിൾസ് നോക്കിയേ. CD എന്ന് പറയുന്ന ലൈനിൽ ഫോം ചെയ്തേക്കുന്ന ആംഗിൾസിൽ സ്മോളർ ആംഗിൾസ് ആരൊക്കെയാണ്? ഒന്ന് 5ഉം അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരുന്ന 7ഉം അല്ലേ? അപ്പോൾ ആരൊക്കെയാണ്? ആംഗിൾ 5ഉം ആംഗിൾ 7ഉം. അപ്പോൾ 4 സ്മോളർ ആംഗിൾസ് നമുക്ക് കിട്ടിയല്ലോ. ആരൊക്കെയാണ്? ആംഗിൾ 1, ആംഗിൾ 3, ആംഗിൾ 5 ആൻഡ് ആംഗിൾ 7. ഓക്കെ, ഇനി നമുക്ക് ലാർജർ ആംഗിൾസിലോട്ട് പോവാം. ഇനി ലാർജർ ആംഗിൾസ് എടുക്കുമ്പോൾ ആരൊക്കെ വരും? ആംഗിൾ 1ഉം ആംഗിൾ 3യും സ്മോളർ ആണ്. സോ ആംഗിൾ 2ഉം ആംഗിൾ 4ഉം സ്മോളർ ആയിരിക്കും. ആംഗിൾ 2ഉം ആംഗിൾ 4ഉം സ്മോളർ അല്ല, ലാർജർ ആംഗിൾസ് ആയിരിക്കും. ഞാൻ പിന്നെ മറ്റൊരു പോയിന്റ് എന്താണ് ലാസ്റ്റ് ക്ലാസ്സസിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്, ഒരു സ്മോളർ ആംഗിളും ഒരു ലാർജർ ആംഗിളും കൂടെ പെയർ ചെയ്യുമ്പോൾ അവരുടെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. സം ഓഫ് എ സ്മോളർ ആംഗിൾ ആൻഡ് ലാർജർ ആംഗിൾ ഇസ് 180 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ആംഗിൾ 2ഉം ആംഗിൾ 4ഉം നമുക്ക് ലാർജർ ആംഗിൾസ് ആണെന്ന് കിട്ടി. ഇനി CDയിൽ ഫോം ചെയ്യുന്ന ലാർജർ ആംഗിൾസ് ആരൊക്കെ ആയിരിക്കും? ആംഗിൾ 6ഉം ആംഗിൾ 8ഉം. അപ്പോൾ ഈ ഒരു ഫിഗറിൽ നിന്ന് നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് സമ്മപ്പ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ ആംഗിൾസിൻ്റെ
പൊസിഷൻ അനുസരിച്ച് നമ്മൾ ഇവരെ കാറ്റഗറൈസ് ചെയ്യാൻ പോവാണ്. ഇപ്പൊ നോക്കി, ആംഗിൾ 1 ഇരിക്കുന്നത് റൈറ്റ് സൈഡിലാണ്. റൈറ്റ് സൈഡിൽ എ ബി എന്ന് പറയുന്ന ലൈനിന്റെ മുകളിലാണ് അല്ലെ, എബവ് ദി ലൈൻ ആണ് ഇരിക്കുന്നത്. സോ അതെന്താണ്, റൈറ്റ് സൈഡിൽ എബവ് ദി ലൈൻ, അതിനൊരു പൊസിഷൻ ഉണ്ട്. അതുപോലെ ഈ 8 ആംഗിൾസിനും ഓരോ പൊസിഷൻ ഉണ്ട്. സോ ഈ പൊസിഷന്റെ ബേസിസിൽ നമ്മൾ എന്താണ് ഇന്ന് ആംഗിൾസിനെ എന്താണ് ഒന്ന് കാറ്റഗറൈസ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, സോ ടോട്ടൽ എത്ര ആംഗിൾസ്? 4 സ്മോളർ ആംഗിൾസും 4 ലാർജർ ആംഗിൾസും നമുക്ക് കിട്ടി. നമുക്കിനി ഇതിനെ ഡിഫറെൻറ്റ് ഒന്ന് കാറ്റഗറൈസ് ചെയ്യാം. ഓക്കെ, സോ ഞാൻ 4 എന്താണ് ഫിഗേഴ്സ് വരച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിൽ ഓരോന്നിനെ വെച്ച് നമുക്ക് നോക്കാം. ഞാൻ ഇവർക്ക് പേര് കൊടുക്കാൻ പോവാണ്. ഓക്കെ, എ ബി സി. ഫസ്റ്റ് വണ് എ ബി എന്ന് പറയുന്ന ലൈനിനെ എന്താണ് സി എന്ന് പറയുന്ന മറ്റൊരു ലൈൻ ട്രാൻസ്വേഴ്സ്ലി കട്ട് ചെയ്യുവാണ്. സോ നോക്കിക്കേ, എ എന്ന് പറയുന്ന ലൈന് സി ട്രാൻസ്വേഴ്സ്ലി കട്ട് ചെയ്യും. 4 ആംഗിൾസ് ഫോം ചെയ്തല്ലോ. അതിൽ ഞാൻ ആദ്യം എടുക്കാൻ പോകുന്ന ആംഗിള് ഈ ആംഗിളാണ്. ഈ കളർ ചെയ്ത ആംഗിളാണ് ഞാൻ ആദ്യം കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ഈ ആംഗിളിൻ്റെ പൊസിഷൻ നിങ്ങളൊന്ന് നോക്കി പറഞ്ഞ്, ഈ ആംഗിളിൻ്റെ പൊസിഷൻ എവിടെയാണ് ഇരിക്കുന്നതെന്ന് നോക്കി പറഞ്ഞ്. റൈറ്റ് സൈഡിലാണ് അല്ലേ ആംഗിൾസ് ഫോം ചെയ്തതിൻ്റെ വെച്ചാൽ എ എന്ന് പറയുന്ന ലൈനും സി എന്ന് പറയുന്ന ലൈൻ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിലാണ് ഫോം ചെയ്തേക്കുന്നത്. എങ്ങനെയാണ്? എ എന്ന് പറയുന്ന ലൈന് 2 പൊസിഷൻ, എബവ് ആൻഡ് ബിലോ. സി എന്ന് പറയുന്നതിന് 2 പൊസിഷൻ, റൈറ്റ് ആൻഡ് ലെഫ്റ്റ്. സോ എയുടെ എബവ് ആണ്, സിയുടെ റൈറ്റിലും ആയിട്ടാണ് ഈ ആംഗിൾ ഫോം ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പൊസിഷൻ എനിക്ക് എങ്ങനെ പറയാം? എബവ് റൈറ്റ് എന്ന് പറയാം. എങ്ങനെ പറയാം? എബവ് റൈറ്റ് എന്ന് പറയാം. ഇനി ഈ എബവ് റൈറ്റ് വരുന്ന വേറൊരു ആംഗിളും കൂടെ ഈ ഫിഗറിൽ ഫോം ചെയ്തിട്ടുണ്ട്. എ പാരലൽ ടു ബി ആണെന്നാണ് അസംഷൻ, ആൻഡ് സി എന്ന് പറയുന്ന ലൈൻ എ ബിനെ ട്രാൻസ്വേഴ്സ്ലി കട്ട് ചെയ്യുന്നുണ്ട്. സോ 8 ആംഗിൾസ് ഫോം ചെയ്യും. അതിൽ എബവ് റൈറ്റ് എയിൽ ഫോം ചെയ്ത് കഴിഞ്ഞു ഒരു പൊസിഷൻ. ഇതേ സെയിം പൊസിഷൻ ഇനി നമ്മുടെ ബിയിലും ഫോം ചെയ്യും. എവിടെയും ഫോം ചെയ്യും? ബിയിലും ഫോം ചെയ്യും. ബിയുടെ എബവ് റൈറ്റ് നിങ്ങളൊന്ന് നോക്കിയിട്ട് പറഞ്ഞ് എവിടെ ആയിരിക്കും? ബി എന്ന് പറയുന്ന ലൈനിനെ സി കട്ട് ചെയ്യപ്പോൾ ഫോം ചെയ്ത എബവ് റൈറ്റ് പൊസിഷൻ ഇവിടെ ആയിരിക്കും അല്ലേ. ബിയുടെ എബവ് പാർട്ടും റൈറ്റ് സൈഡും. അപ്പോൾ ഇതാണ് എന്ത്? ബി. ഈ ആംഗിളാണ് ബിയുടെ എബവ് റൈറ്റിൽ ഫോം ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഒരു പെയർ നമുക്ക് കിട്ടി. നമ്മൾ ഈ ആംഗിൾസിൻ്റെ പൊസിഷൻ അനുസരിച്ച് ഞാൻ പറഞ്ഞു 4 പെയർസ് ഓഫ് ആംഗിൾസ് നമുക്ക് 2 പാരലൽ ലൈൻ പാരലൽ ലൈനെ ഒരു മൂന്നാമതൊരു ലൈൻ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ കിട്ടുമെന്ന് പറഞ്ഞു. 4 പെയർസിൽ ഒരു പെയർ നമുക്ക് കിട്ടി. അവരാരാണ്? എബവ് റൈറ്റ് ആയിട്ട് ഫോം ചെയ്യുന്ന പെയർസ്. ഇനി നമുക്ക് റൈറ്റ് സൈഡ് തന്നെ ബിലോ നോക്കാം. എബവ് നോക്കിയല്ലോ, ഇനി ബിലോ നോക്കാം നമുക്ക്. ഞാൻ ഈ ഒരു ഫിഗറിലാണ് ഇനി പറയാൻ പോകുന്നത്. ഇത് എ, ഇത് ബി, ഇത് സി. ഓക്കെ, ഇനി ബിലോ എടുത്താൽ എ എന്ന് പറയുന്ന ലൈനിൽ ഫോം ചെയ്യുന്ന ബിലോ റൈറ്റ് എവിടെയായിരിക്കും? നിങ്ങൾ തന്നെ നോക്കിയിട്ട് പറഞ്ഞേ. ബിലോ റൈറ്റ് എവിടെയായിരിക്കും? എബവ് റൈറ്റ് ഇവിടെയാണെങ്കിൽ എബവിൻ്റെ നേരെ താഴെയല്ലേ ബിലോ വരുന്നത്. സോ ബിലോ റൈറ്റ് എന്ന് പറയുന്നത് ഈ പൊസിഷൻ ആയിരിക്കും. ഇതായിരിക്കും നമ്മുടെ ബിലോ റൈറ്റ് എന്ന് പറയുന്ന പൊസിഷൻ. ആരുടെ? എ എന്ന് പറയുന്ന ലൈനിനെ സി ട്രാൻസ്വേഴ്സ്ലി കട്ട് ചെയ്യുമ്പോൾ. ഓക്കെ, ഇനി ബിക്കും ഇതുപോലൊരു ബിലോ റൈറ്റ് ആംഗിൾ ഫോം ചെയ്യണ്ടേ? അതെവിടെ ആയിരിക്കും? ബിയുടെ എബവ് റൈറ്റ് എവിടെയാണോ അതിൻ്റെ നേരെ താഴെ വരുന്ന ആംഗിൾ ആയിരിക്കും. ഓപ്പോസിറ്റ് അല്ല, നേരെ താഴെ വരുന്ന ആംഗിൾ ആയിരിക്കും. അഡ്ജസൻ്റ്ലി താഴെ വരുന്ന ആംഗിൾ ആയിരിക്കും ആര്? ബിലോ റൈറ്റ്. ആരുടെ? ബിയുടെ. അപ്പോൾ ബി ഇതാണ്, ഇത് എബവ് റൈറ്റ്. അങ്ങനെയാണെങ്കിൽ ഇത് ബിലോ റൈറ്റ്. ഇതാരായിരിക്കും? ബിലോ റൈറ്റ്. അപ്പൊ 4 പെയർസിൽ 2 പെയർസ് നമുക്ക് കിട്ടി. ഓക്കെ, 4 പെയർസിൽ 2 പെയർസ് നമുക്ക് കിട്ടി. ഇനി മൂന്നാമത്തെ പെയർ നമുക്ക് ആരാ നോക്കിയാലോ.
സോറി, നിങ്ങൾക്ക് ഞാൻ എഴുതിയപ്പോൾ കണ്ടില്ല എന്ന് വെച്ചാൽ ഓക്കെ, ഇതാണ് ബിലോ റൈറ്റ് പൊസിഷൻ. ഞാൻ താഴോട്ട് വെച്ചിരുന്നുണ്ടോ? ഓക്കെ, ബിലോ റൈറ്റ് പൊസിഷൻ നമ്മൾ കണ്ടു. സോ ഇനി നമുക്ക് മൂന്നാമത്തെ പെയറിനെ നോക്കിയാലോ. മൂന്നാമത്തെ പെയർ നമ്മൾ റൈറ്റ് 2 പൊസിഷനും കണ്ടു, എബവും കണ്ടു, ബിലോയും കണ്ടു, റൈറ്റ് സൈഡ്. ഇനി ലെഫ്റ്റ് സൈഡിലോട്ട് പോവാം. സോ എ ബി ആൻഡ് ദ ലൈൻ ട്രാൻസ്വേഴ്സ്ലി കട്ടിങ് സി. ഓക്കെ, ബിലോ റൈറ്റ് പൊസിഷൻ എടുത്താൽ എവിടെ ആയിരിക്കും? ബിലോ റൈറ്റ് അല്ല, സോറി, ബിലോ ലെഫ്റ്റ്. റൈറ്റ് നമ്മൾ കണ്ടു. സോ ഇതാണ് റൈറ്റ്. ഇനി ഇതാണ് ലെഫ്റ്റ്. ഓക്കെ, നമുക്ക് ബിലോ ലെഫ്റ്റും ഉണ്ട്, എബവ് ലെഫ്റ്റും ഉണ്ട്. സോ ഫസ്റ്റ് എബവ് ലെഫ്റ്റ്. ലെഫ്റ്റ് സൈഡ് എവിടെയാണ്? ഇവിടെ. അപ്പോൾ എബവ് എന്ന് പറയുമ്പോൾ മുകളിൽ. അപ്പോൾ നമ്മുടെ എബവ് ലെഫ്റ്റ് ഈ ഒരു പൊസിഷനാണ്. ഓക്കെ, എബവ് ലെഫ്റ്റ് ദേ ഈ പൊസിഷനാണ്. എ എന്ന് പറയുന്ന ലൈനെ സി കട്ട് ചെയ്തപ്പോൾ ഫോം ചെയ്ത എബവ് റൈറ്റ് ആണിത്. സോറി, എബവ് റൈറ്റ് അല്ല, എബവ് ലെഫ്റ്റ് ആണ്, മിസ്റ്റേക്ക് വന്നതാണ്. ഓക്കെ, എബവ് ലെഫ്റ്റ്. ഇനി എക്ക് ഒരു എബവ് ലെഫ്റ്റ് ആംഗിൾ ഫോം ചെയ്താൽ ബിക്കും അതുപോലെ ഒരു എബവ് ലെഫ്റ്റ് ഫോം ചെയ്യില്ല. എവിടെ ആയിരിക്കും? ഇത് ബിയുടെ ലെഫ്റ്റ് സൈഡ് ഇതാണ്, ആൻഡ് എബവ് എന്ന് പറയുമ്പോൾ ഈ പൊസിഷനാണ്. സോ ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ, ഈ പൊസിഷനിൽ ഫോം ചെയ്യുന്ന ആംഗിളാണ് എന്ത്? എബവ് ലെഫ്റ്റ്. ആരുടെ? ബിയുടെ എബവ് ലെഫ്റ്റ്. ഓക്കെ അല്ലേ? അപ്പോൾ 4 പെയർസിൽ 3 പെയർസ് ഓഫ് ആംഗിൾസ് നമ്മൾ കണ്ടു. ഇനി 4ാമത്തെ പെയർ ഓഫ് ആംഗിൾസ് ആണ് നോക്കാനുള്ളത്. ഓക്കെ, ദേ എ ബി ആൻഡ് കട്ട് ചെയ്യുന്ന ലൈൻ സി. നമ്മൾ എബവ് ലെഫ്റ്റ് കണ്ടു. ഇനി നമുക്ക് കാണാനുള്ളത് ആരാണ്? ബിലോ ലെഫ്റ്റ് ആണ് അല്ലേ? എബവ് റൈറ്റ് കണ്ടു, ബിലോ റൈറ്റ് കണ്ടു, എബവ് ലെഫ്റ്റും എന്ന പെയർസും കിട്ടി. ഇനി ബിലോ ലെഫ്റ്റ്. ബിലോ ലെഫ്റ്റ് എവിടെയായിരിക്കും? എക്ക് എബവിന് അഡ്ജസൻ്റ്ലി നേരെ താഴെ വരുന്ന ആംഗിൾ ആയിരിക്കും ബിലോ ലെഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ബിലോ ലെഫ്റ്റ് ആംഗിൾ. ഇതാണ് ആര്? ബിലോ ലെഫ്റ്റ് ആംഗിൾ. ബിലോ ലെഫ്റ്റ് ആംഗിൾ ആരുടെ? എയുടെ. ഓക്കെ, ഇനി ബിക്കും ഇതുപോലൊരു ബിലോ ലെഫ്റ്റ് ആംഗിൾ വരണമല്ലോ. അതെവിടെ ആയിരിക്കും? ബിയുടെ എബവ് ലെഫ്റ്റിന്റെ നേരെ താഴെ. അപ്പോൾ ബിയുടെ എബവ് ലെഫ്റ്റ് ആയിരുന്നു ഈ ആംഗിൾ. സോ ഈ ആംഗിൾ ആയിരിക്കും ആര്? ബിലോ ലെഫ്റ്റ് എന്ന് പറയുന്നത്. ആരെന്ന് പറയുന്നത്? ബിലോ ലെഫ്റ്റ്. സോ എന്താണ് ഈ ഒരു 4 ഫിഗർ വെച്ചിട്ട് നമ്മൾ 4 ആംഗിൾസിനും എന്ത് ചെയ്തു? 4 പെയർ ഓഫ് ആംഗിൾസിനും ഓരോ പൊസിഷൻ ഡെസിഗ്നേറ്റ് ചെയ്ത് കൊടുത്തു. ഇനി ഈ പൊസിഷനും ഇവരിയ്ക്കുന്ന സൈഡിൻ്റെയും ബേസിസിലാണ് നമ്മൾ ഇവർക്ക് പേര് കൊടുക്കാൻ പോകുന്നത്. ഇവരെങ്ങനെയാണ് ഇരിക്കുന്നത്? സെയിം സൈഡ് ആൻഡ് റിലേറ്റീവ്ലി സെയിം പൊസിഷനാണ്. റിലേറ്റീവ്ലി സെയിം പൊസിഷൻ എന്ന് പറയുമ്പോൾ ഒരെണ്ണത്തിന് നമ്മൾ ബേസ് ആയിട്ട് എടുത്ത് അതേ പൊസിഷനിൽ വേറൊരിടത്തിരിക്കുന്ന ആൾ. ഇപ്പോൾ ഞാൻ എബവ് റൈറ്റിലാണെങ്കിൽ അതിൻ്റെ റിലേറ്റീവ് പൊസിഷൻ എപ്പോഴും വേറൊരു സ്ഥലത്ത് എബവ് റൈറ്റ് ആയിരിക്കും. അപ്പോൾ അതാണ് ഈ ആംഗിൾസ് എങ്ങനെയാണ് ഇരിക്കുന്നത്? സെയിം സൈഡ് ആൻഡ് റിലേറ്റീവ്ലി സെയിം പൊസിഷൻ. ഇവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് കറസ്പോണ്ടിങ് ആംഗിൾസ്. എന്ത് വിളിക്കും? corresponding angles on the same side and relatively same position വരുന്ന ആംഗിൾസിനാണ് കറസ്പോണ്ടിങ് ആംഗിൾസ് എന്ന് പറയുന്നത്. ആൻഡ് അവരെ നമ്മൾ മലയാളത്തിൽ സമസ്ഥാനീയ കോണുകൾ അഥവാ സമാന കോണുകൾ എന്ന് പറയും. ഓക്കെ ആണല്ലോ? ഒന്ന് നോക്കിയേ. ആംഗിൾസ് ഫോംഡ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ദി ട്രാൻസ്വേഴ്സൽ. കട്ട് ചെയ്യുന്ന ലൈനാണ് ട്രാൻസ്വേഴ്സൽ അല്ല, അതിൻ്റെ സെയിം സൈഡും ആയിരിക്കും. ആൻഡ് ഇൻ ദ സെയിം റിലേറ്റീവ് പൊസിഷൻ ദീസ് ആംഗിൾസ് ആർ നോൺ ആസ് കറസ്പോണ്ടിങ് ആംഗിൾസ് ഓർ സമസ്ഥാനീയ കോണുകൾ അഥവാ സമാന കോണുകൾ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ പൊസിഷൻ അനുസരിച്ച് ആംഗിൾസിൻ്റെ ഒരു സെറ്റ് ഓഫ് ആംഗിൾസ് നമ്മൾ പഠിച്ചു. ആരാണവർ? കറസ്പോണ്ടിങ് ആംഗിൾസ്. സോ നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയത് കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. അതെങ്ങനെയാണ്? ജസ്റ്റ് ആംഗിൾസിൻ്റെ പൊസിഷൻ വെച്ചിട്ട് മാത്രമാണ് നമ്മളത് പറഞ്ഞൊരു. നമുക്ക് എന്ത് ചെയ്യാം? ഈ പഠിച്ച കറസ്പോണ്ടിങ് ആംഗിൾസ് ഒരു എക്സാമ്പിൾ വഴി നമുക്കൊന്ന് തറോ ആക്കി ഉറപ്പിക്കാം. ഓക്കെ, ഒരു എക്സാമ്പിൾ വഴി നമുക്കൊന്ന് തറോ ആക്കാം. ഇത് ഞാൻ ഫിഗർ വെച്ച് വരച്ചിട്ടുണ്ട്. ഇനി ആംഗിൾസ് കൊടുക്കാൻ പോകുന്നത് ഞാൻ എന്താണ്? ഈ ഒരു ആംഗിള് 60 ഡിഗ്രി ആണെന്നാണ് അസ്യൂം ചെയ്തിരിക്കുന്നത്. ഈ ആംഗിൾ 60 ഡിഗ്രി ആണെന്ന് ഞാൻ അസ്യൂം ചെയ്തു.
60 ഡിഗ്രി ആണെന്ന് ഞാൻ അസ്യൂം ചെയ്താൽ ബാക്കി ആംഗിൾസ് നമുക്ക് സുഖമായിട്ട് ഫില്ല് ചെയ്യാമല്ലോ. നമുക്കറിയാം അല്ലേ ഇത് ബാക്കി ആംഗിൾസ് ഫില്ല് ചെയ്യാനായിട്ട്. സോ ഒരു ആംഗിള് തന്നിരിക്കുന്ന ഈ ഒരു ആംഗിള് 60 ഡിഗ്രിയാണ് എങ്കിൽ അതിൻ്റെ റൈറ്റിലുള്ള ആംഗിളാണ് 60. അതിൻ്റെ തൊട്ട് ലെഫ്റ്റിൽ വരുന്ന ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? ഒന്ന് ആലോചിച്ച്. ഒരു ലൈനിനെ മറ്റൊരു ലൈൻ കട്ട് ചെയ്യുമ്പോൾ അതിലെന്താണ് 4 ആംഗിൾസ് ഫോം ചെയ്യും. എന്തായിരിക്കും? ലീനിയർ പെയർസ് അതിൽ കാണൂല്ലേ. ഒരു ലൈനിൽ ഫോം ചെയ്യുന്ന ആംഗിൾ ഡിഗ്രി എന്ന് പറയുന്നത് 180 ആയിരിക്കും അല്ലേ. അപ്പോൾ ഇത് എന്താണ്? ലീനിയർ പെയർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ തൊട്ടടുത്ത ആംഗിൾ കണ്ടുപിടിക്കാം. 60 ഡിഗ്രിയാണ് തന്നിരിക്കുന്നതെങ്കിൽ ലീനിയർ പെയർ വെച്ച് മറ്റേ ആംഗിൾ എത്രയായിരിക്കും? 180 - 60 120 ഡിഗ്രി ആയിരിക്കും അല്ലേ. സോ ഇതെന്ന് പറയുന്നത് എത്രയായിരിക്കും? 120 ഡിഗ്രി ആയിരിക്കും. ഇത് 120 ഡിഗ്രി ആണെങ്കിൽ ഇനി സുഖമായിട്ട് നമ്മൾ കറസ്പോണ്ടിങ് ആംഗിൾസ് പഠിച്ചു. അത് വെച്ചിട്ട് നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞ് ഇതിൽ അടുത്ത 60 ഈ 60 ഡിഗ്രിയുടെ കറസ്പോണ്ടിങ് ആംഗിൾ ഇനി എവിടെ വരും? നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞ് എവിടെ ആയിരിക്കും ഈ 60 ഡിഗ്രിയുടെ കറസ്പോണ്ടിങ് ആംഗിൾസ്? ഇതിരിക്കുന്നത് എബവ് റൈറ്റ് സൈഡ് ആണ് അല്ലേ. എബവ് റൈറ്റ്. ഇനി ഇതേ എബവ് റൈറ്റ് ഇനി അടുത്ത് എവിടെയാണ് വരുന്നത്? അതെ ഇവിടെയാണല്ലേ വരുന്നത്. എബവ് റൈറ്റ് ഇവിടെ. സോ ഇതും 60 ഡിഗ്രി. ഓക്കെ. ഇനി 120 എബവ് ലെഫ്റ്റ് ആണ് വന്നേക്കുന്നത്. സോ അതിൻ്റെ എബവ് ലെഫ്റ്റ് എവിടെയായിരിക്കും? ഇതായിരിക്കും ഈ ആംഗിളിൻ്റെ കറസ്പോണ്ടിങ് ആംഗിൾ. സോ ഇതെന്ന് പറയുന്നത് 120 ഡിഗ്രി. അപ്പോൾ നമുക്ക് 2 പെയർ ഓഫ് കറസ്പോണ്ടിങ് ആംഗിൾസ് കിട്ടി. ഇനി നമ്മുടെ ബാക്കി സൈഡൂടെ ഒന്ന് ഫില്ല് ചെയ്യാമല്ലോ. ഈ ആംഗിൾ 60 ആണെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിളും ആരായിരിക്കും? 60 ആയിരിക്കും. ഈ ആംഗിൾ 60 ആണെങ്കിൽ ഈ ആംഗിളിൻ്റെ കറസ്പോണ്ടിങ് എവിടെ വരും? ഇത് ബിലോ ലെഫ്റ്റ്. അതിൻ്റെ കറസ്പോണ്ടിങ് ആംഗിൾ ഇത് ഇവിടെ വരും. ബിലോ ലെഫ്റ്റ് 60 ഡിഗ്രി. ഗുഡ് അല്ലേ. അപ്പം ഇത് 120 ആണ്. 120ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾ എന്തായിരിക്കും? സെയിം ആയിരിക്കും. സോ ഇത് 120 ആണെങ്കിൽ ഇതും 120 ഡിഗ്രി. ആൻഡ് ഇത് ബിലോ റൈറ്റ് ആണ്. ഈ ബിലോ റൈറ്റിൻ്റെ കറസ്പോണ്ടിങ് എവിടെ വരും? നമുക്ക് ഈ ആംഗിൾ വരും അല്ലേ. ഇതിൻ്റെ നേരെ കറസ്പോണ്ടിങ് ബിയുടെ ഇവിടുത്തെ ബിലോ റൈറ്റ്. സോ ഇതും 120 ഡിഗ്രി. ഓക്കെ ആണല്ലോ. നമുക്ക് എന്ത് ചെയ്യാം? ഈ ലൈനിന് ഒന്ന് പേര് കൊടുക്കാം. നമുക്ക് ആംഗിൾസിന് ഒന്ന് പേര് കൊടുത്തിട്ട് എന്ത് ചെയ്യാം? ഇത് ചെയ്യാം. ഞാനിത് ഈ മിഡിൽ പോയിന്റ് ഇൻ്റർസെക്ഷൻ പോയിന്റ് O എന്ന് കൊടുത്തു. ഇത് D എന്ന് കൊടുത്തു. എയുടെയും AD എന്ന് പറയുന്ന ലൈനെ C ഇൻ്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ഞാൻ O എന്ന് പേര് കൊടുത്തു. BE എന്ന് പറയുന്ന ലൈനിനെ ആംഗിൾ CF എന്ന് പറയുന്ന ലൈൻ ഇൻ്റർസെക്ട് ചെയ്യുന്ന പോയിന്റിനെ ഞാൻ എന്ത് ചെയ്തു? G എന്ന് കൊടുത്തു. ഓക്കെ. ഇനി നമുക്ക് കറസ്പോണ്ടിങ് ആംഗിൾസ് ആണല്ലോ നമ്മൾ പഠിച്ച്. അവരുടെ ഇതെന്താണ്? ആംഗിൾസിൻ്റെ പേര് വെച്ച് പെയർ എടുക്കാം. കറസ്പോണ്ടിങ് ആംഗിൾസ് 4 പെയേഴ്സ് വരണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. 4 പെയേഴ്സ് വരണമെങ്കിൽ നമ്മുടെ ആദ്യത്തെ കറസ്പോണ്ടിങ് ആദ്യത്തെ ആംഗിൾ ഞാൻ എടുക്കുവാണ്. ആംഗിൾ DOC. ആംഗിൾ DOC ഇതെന്ന് പറയുന്നത് എത്രയാണ്? 60 ഡിഗ്രിയാണ്. എങ്കിൽ ഈ ആംഗിൾ DOCക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ആര് വരും? ആംഗിൾ DOCയുടെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ആംഗിൾ ആരായിരിക്കും? ആംഗിൾ EGO അല്ലേ. ആംഗിൾ EGC ആയിരിക്കും. ആംഗിൾ DOCക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ആംഗിൾ EGC ആയിരിക്കും അല്ലേ. ആംഗിൾ EGC ഇതും എത്ര ഡിഗ്രിയാണ്? 60 ഡിഗ്രി. അപ്പം നമ്മുടെ ഒരു പെയർ ഓഫ് കറസ്പോണ്ടിങ് ആംഗിൾ നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലേ. ഇനി രണ്ടാമത്തെ പെയർ ഓഫ് കറസ്പോണ്ടിങ് ആംഗിൾ നോക്കിക്കേ. രണ്ടാമത്തെ പെയർ ആരായിരിക്കും? ആംഗിൾ AOC. ആംഗിൾ AOC എത്ര ഡിഗ്രിയാണ്? ആംഗിൾ AOC എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണ്? 120 ഡിഗ്രിയാണ് അല്ലേ. ഈ 120 ഡിഗ്രിക്ക് കറസ്പോണ്ടിങ് ആരാണ്? 120 ഡിഗ്രിക്ക് ഈ AOC എന്ന് പറയുന്ന കറസ്പോണ്ടിങ് ആരായിരിക്കും? BGC ആയിരിക്കും അല്ലേ. BGC ആംഗിൾ BGC ആരായിരിക്കും? 120 ഡിഗ്രിക്ക് കറസ്പോണ്ടിങ്.
അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ കറസ്പോണ്ടിങ് പെയറും കിട്ടി. ഇനി മൂന്നാമത്തെ കറസ്പോണ്ടിങ് പെയർ നിങ്ങൾ ഇതുപോലെ നോക്കി പറഞ്ഞേ. മൂന്നാമത്തെ ആരായിരിക്കും? DOF, ആംഗിൾ DOF അല്ലേ? ആംഗിൾ DOF, ആംഗിൾ DOF എത്രയാണ്? 120 ഡിഗ്രി. 120 ഡിഗ്രിയാണ്. സോ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന പെയറായിരിക്കും ആംഗിൾ EGF അല്ലേ? ആംഗിൾ DOFന് കറസ്പോണ്ടിങ് ആംഗിൾ EGF, ആംഗിൾ EGF എത്ര ഡിഗ്രി? 120 ഡിഗ്രി. നാലാമത്തെ ലാസ്റ്റ് പെയർ ഒന്ന് നോക്കി പറഞ്ഞ ആരായിരിക്കും? ആംഗിൾ AOF ആണ് അല്ലേ നമുക്കുള്ളത്. ആംഗിൾ AOF എത്ര ഡിഗ്രിയാണത്? 60 ഡിഗ്രി. അതിന് കറസ്പോണ്ടിങ് പെയർ ആരായിരിക്കും? AOFന് കറസ്പോണ്ടിങ് BGF ആയിരിക്കും. ആംഗിൾ BGF എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണ്? 60 ഡിഗ്രി. സോ നമുക്ക് കറസ്പോണ്ടിങ് ആംഗിൾസിലെ 4 പെയർസ് 8 ആംഗിൾസും നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എന്താണ് കറസ്പോണ്ടിങ് ആംഗിൾസ് മാത്രമേ പറയുന്നുള്ളൂ. ഇനിയും ഒരു 2 വീഡിയോസിലായിട്ട് ബാക്കിയുള്ള എന്താണ് ആംഗിൾസിൻ്റെ കാറ്റഗറീസ് കൂടെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. സോ എന്താണ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കോ. ആൻഡ് ഓൾസോ പാരലൽ ലൈൻസിൻ്റെ മുന്നേ ഞാൻ ഓൾറെഡി 2 വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഒരു 2-3 വീഡിയോസിലായിട്ട് ഞാൻ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവരും ഒരു വീഡിയോ പോലും മിസ് ചെയ്യാതെ ചാപ്റ്റർ നന്നായിട്ട് കാണുക. ഓക്കെ, സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ. ബൈ ബൈ.